തമിഴ്നാട്ടിൽ ഇനി ദളപതി യുഗം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രമാത്രം നാടകീയതകൾക്കൊടുവിലാണ് സി ജോസഫ് വിജയ് എന്ന തമിഴക വെട്ടിക്കഴകത്തിൻ്റെ അധ്യക്ഷൻ വിജയ് ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 9 മന്ത്രിമാരാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മാത്രവുമല്ല, നമ്മൾ ആ ദൃശ്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ കണ്ടതാണ്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ 2 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് വിജയ് ആ പേപ്പറിൽ നോക്കാതെ വളരെ വൈകാരികമായ ആവേശത്തോടെ ചൊല്ലുന്നതാണ് കണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം മാത്രമാണ് പേപ്പറിൽ നോക്കി അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റ് മന്ത്രിമാർ, പ്രത്യേകിച്ച് 9 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇതിൽ തന്നെ ആഭ്യന്തര വകുപ്പ് കൂടി വിജയ് തന്നെ ആയിരിക്കും നോക്കുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടതാണ്. ഈ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കെ എ സെങ്കോട്ടയ്യൻ, അദ്ദേഹം പരിചയസമ്പന്നനാണ്. MGR ജയലളിത അവർക്കൊപ്പം നിന്ന് തന്നെ ഭരിച്ച് അല്ലെങ്കിൽ ആ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ അങ്ങനെ 8 പേർ, അതോടൊപ്പം തന്നെ കീർത്തന എന്ന് പറയുന്ന 29കാരി, ഈ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് കീർത്തന. അങ്ങനെ 9 പേരടങ്ങുന്ന ഒരു മന്ത്രിസഭ കോൺഗ്രസിൻ്റെ, അതായത് ഇവർക്ക് സഖ്യ കക്ഷിയായ കോൺഗ്രസിൻ്റെ 2 മന്ത്രിമാരുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ആദ്യം പുറത്തിറക്കിയ ലിസ്റ്റിൽ ഈ 9 പേരുടെ പേര് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രത്യേകത, ചടങ്ങിൽ സാക്ഷിയായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. കാരണം DMK-ക്കൊപ്പമായിരുന്നു ഇതുവരെയും കോൺഗ്രസ്. പക്ഷേ ഇത്തവണ TVK അധികാരത്തിൽ വന്ന അപ്പോൾ തന്നെ 118 എന്ന മാന്ത്രിക സംഖ്യ TVK തികയ്ക്കേണ്ടതുണ്ട്. അതിനെ തുടർന്ന് കോൺഗ്രസിനോട് വിജയ് തന്നെ ആവശ്യപ്പെടുകയാണ് സഖ്യത്തിൽ ഏർപ്പെടാൻ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ 5 MLA-മാർ കൂടി ഇപ്പോൾ TVK ഒപ്പം ചേർന്നുകൊണ്ട് സഖ്യകക്ഷിയായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ എന്തായാലും TVK ഒപ്പം നിൽക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ തന്നെ അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും വിജയ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇതൊരു പുതിയ തുടക്കമാണ്. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും. ഇതുവരെയും വിജയിപ്പിച്ച് ഇവിടെ എത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്ന് വിജയ് ആവർത്തിച്ച് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഒന്ന്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. മറ്റൊന്ന്, ഈ മയക്കുമരുന്ന് പോലെയുള്ള അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ തടയുവാനും അതിൻ്റെ വ്യാപനം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള സ്ക്വാഡും രൂപീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇനിയും നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട്, പറയാനുണ്ട്. അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നതാണ് പ്രധാനമായും അദ്ദേഹം ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പറഞ്ഞു വെച്ചത്. ഏകദേശം 5000-ൽ പരം ആളുകൾക്കാണ് അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു, സിനിമാ മേഖലയിൽ തന്നെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തൃഷയുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു വിപുലമായ ചടങ്ങിനായിരുന്നു ഇന്ന് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഈ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികൾക്ക് അപ്പുറം ആദ്യമായിട്ടാണ് 1967 ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു പാർട്ടി, പ്രത്യേകിച്ച് ഈ സഖ്യകക്ഷിയിലുള്ള ഒരു നേതൃത്വം ഈ തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി DMK അവിടെ ശക്തമായ ആധിപത്യം പുലർത്തിയിരുന്നു. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മേധാവിത്വം പുലർത്തിക്കൊണ്ടാണ് ഇത്തവണ 108 സീറ്റോടെ വിജയ് നയിക്കുന്ന TVK അധികാരത്തിൽ വരുന്നത്. നമ്മൾ കണ്ടതാണ്. ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള സസ്പെൻസുകൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു, അവസാന നിമിഷം പിൻവാങ്ങുന്നത് കണ്ടു. മാത്രമല്ല, വിജയ്ക്ക് ഗവർണറെ സമീപിക്കുവാനും അദ്ദേഹത്തെ നേരിൽ കാണുവാനുമൊക്കെ സമയം അനുവദിക്കുന്നില്ല എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഈ എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ CPI, CPM, മുസ്ലിം ലീഗ്, BCK അടക്കമുള്ള പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ 118 പകരം 120 എന്ന അംഗബലത്തിലേക്ക് വിജയ് എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്തു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും ഈ ഭരണം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ്. നേരത്തെ MK സ്റ്റാലിൻ മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തോളം ഞങ്ങൾ നോക്കട്ടെ എന്ന തരത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നതായിരുന്നു അദ്ദേഹം DMK-യുടെ പ്രധാന നേതാക്കൾ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദേശീയ തലത്തിൽ എപ്പോഴും DMK-യും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നിന്ന മുന്നണി കൂടിയാണ് ഇന്ത്യ മുന്നണി. അവിടെ ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജയിച്ചു കയറിയ 5 MLA-മാരും TVK-ക്ക് ഒപ്പം നിൽക്കുന്നത്, അതായത് പുതിയൊരു പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നത് ഏത് രീതിയിലായിരിക്കും മറ്റ് ഘടക പാർട്ടികൾ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അവരുടെ സമീപനം എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി വരുന്ന ദിവസങ്ങളിൽ
എന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ ഈ പി ചിദംബരം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യ മുന്നണിയിൽ ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ, അവിടെ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയുണ്ടായി. പക്ഷേ MK സ്റ്റാലിൻ പറഞ്ഞ കാര്യമുണ്ട്, അതായത് തങ്ങൾക്കൊപ്പം നിന്ന് വിജയിച്ചിട്ട് ഒരു നന്ദി പോലും കോൺഗ്രസ് MLA മാർ പറഞ്ഞില്ല എന്ന അതിരൂക്ഷ വിമർശനമാണ് സ്റ്റാലിൻ ഉന്നയിച്ചത്. എന്തായാലും ഒരു വശത്ത് സത്യപ്രതിജ്ഞയുമായി വിജയ് ഇതാ മുഖ്യമന്ത്രിയെ അധികാരമേറ്റു, മറുവശത്ത് ഈ ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളുടെ ഇടപെടലും അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള സമീപനവും വലിയ രീതിയിൽ ചർച്ചയാകും. അത് തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ദേശീയ തലത്തിലും അത് വലിയ രീതിയിലുള്ളൊരു ചർച്ചയായി വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും വലിയ ആവേശത്തിലാണ്. കാരണം വിജയ് സിനിമകളിലൂടെയൊക്കെ തന്നെ ആരാധകരെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ കൂടിയാണ്. അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതും ഏറ്റവും ഒടുവിൽ ഇന്നിതാ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് അദ്ദേഹം എത്തിയതും ആദ്യ ഭാഗത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം ആ ഒരു പ്രതിജ്ഞ ഏറ്റുചൊല്ലിയതും. എന്തായാലും അത് ഇനി ഭരണ മികവിലേക്ക് ഉയരുമോ, ഭരണത്തിൽ ഏത് രീതിയിലായിരിക്കും അത് ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുക എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 9 പേരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭരണ പരിചയമുള്ളവരാണ്, വിദഗ്ധരാണ്, പല മേഖലകളിൽ അവരുടേതായിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഡോക്ടർമാരുണ്ട്, മുൻ IRS ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ ഈ കൂടുതലായിട്ട് ഈ നയതന്ത്ര വിദഗ്ധരുണ്ട്. അങ്ങനെ ഒരുപിടി നല്ല ഒരു ടീമിനെയാണ് വിജയ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വിജയ് മന്ത്രിമാരായി മുന്നോട്ട് വയ്ക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് വിജയ്ക്കും നിർണായകം എന്നുള്ളത് പോലെ തന്നെ ഈ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റു പാർട്ടികൾക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനും CPM-നും ഈ കാര്യം നിർണായകമായിരിക്കും. അത് ദേശീയ തലത്തിൽ. തീർച്ചയായും എന്തായാലും മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. 9 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും വിജയുടെ സർക്കാർ ഭരിക്കുന്നത് എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.